അപ്പോൾ നമുക്ക് പൊന്നാനി മത്തി നല്ല ഫ്രഷ് മത്തി 1 കിലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പീര വറ്റിക്കാൻ പോകണം, നമ്മുടെ ആലപ്പുഴ സ്റ്റൈൽ പീര വറ്റിക്കൽ. അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇത്തിരി കുടംപുളി ഇടുക, എന്നിട്ട് ഒരു തരി മുളക് പൊടി, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പ്, ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും. എന്നിട്ട് ഇത് വേവിക്കാൻ പോവാണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പോവാണ്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് തിരുമ്മി സെറ്റാക്കി അങ്ങനെയാണ് സെറ്റാക്കുക. ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മീനുമ്മലും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുപ്പത്തേക്ക് വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് വേവാൻ വേണ്ടി മാത്രമാണ്, ഈ മീൻ വേവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു 2 പച്ചമുളക്, ഒരിത്തിരി പെരിഞ്ചീരകം. ഇത് അത്രയും പെരിഞ്ചീരകം. ഇത് ഇത്രയും അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുക്കുകയല്ല, ഇതൊരു ചമ്മന്തി പരുവത്തിന് അരച്ചെടുക്കണം, ചതച്ചെടുക്കണം. അരച്ചല്ല കേട്ടോ, ചതച്ചെടുക്കുക. നമ്മൾ തൃശ്ശൂരുകാരിയാണ്, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴ വന്നിട്ട് പഠിച്ച വിദ്യയാണ്, പഠിപ്പിച്ചു കൊടുത്ത വിദ്യയാണ്. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മാതാജി ഏറ്റെടുത്തിട്ട കറിവെപ്പ്. അപ്പോൾ ഇത്തിരി കുരുമുളക് പൊടിയും ചേർക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അരപ്പൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അത് അടച്ച് മൂടി വെച്ചിട്ട് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം തേങ്ങ ഈ രീതിയിൽ അരയലില്ല, ഒരു ചതക്കൽ, ഒരു 2-3 കറക്കി എടുത്താൽ മതി. ആ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ഇതായതിനു ശേഷം അങ്ങനെ ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക. വല്ലാണ്ട് അരഞ്ഞു പോകരുത്, ഒരു ചെറിയ നമ്മുടെ ചമ്മന്തിക്കൊക്കെ അരയ്ക്കണ പോലെ. അതിലേക്ക് ഇത്തിരി വേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുക. വേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ മൂടി വെച്ച് വേവിക്കുക. അപ്പം നമ്മൾ ഇതിന് വേണ്ടുന്ന കുറച്ച് വെള്ളം മാത്രം വയ്ക്കുക. കാര്യം ഇത് കിടന്ന് വറ്റണം. ഈ വെള്ളം തന്നെ ഇതിൽ കിടന്ന് വറ്റാൻ വേണ്ടി മാത്രമുള്ള, ഇത് വേവുകയും ചെയ്യണം. അതിന് വേണ്ടി മാത്രമുള്ള വെള്ളം വയ്ക്കുക. അപ്പോൾ ഇത് ഒരുമാതിരി വെന്ത്, അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് തണുക്കണം. എന്നാലാണ് അടുത്ത പരിപാടി നടക്കുകയുള്ളൂ. അപ്പോൾ തണുക്കാൻ വിടുക. അപ്പോൾ നമ്മൾ ഇത് ചൂടാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ള് മാറ്റണം. അതാണ് മത്തി പീര വയ്ക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ മുള്ള് മാറ്റിയിട്ട് ഇറച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തണുക്കാൻ വിട്ടിട്ട് മുള്ള് മാറ്റിയെടുക്കുക. എന്താണ് ഇതിൽ എന്തിലൊക്കെ ചെയ്യുക? കൊഴുവയിൽ ചെയ്യുക. അതാണ് പ്രശ്നം. ഇത് ചെറിയ മത്തി കിട്ടിയാലാണ് കേട്ടോ ഇത് ചെയ്യാൻ പറ്റുക. വലിയ മത്തിയിൽ ചെയ്താൽ ഒരുപാട് മുള്ളാവും. അപ്പോൾ തിന്നുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മാത്രമല്ല, കൊഴുവ, അതായത് നത്തോലി, അതും ആ മീനും ഇതുപോലെയൊക്കെ ചെയ്യുക. അത് മുള്ളെടുത്ത് കളയണമെന്നില്ല. കാര്യം അതിൻ്റെ മുള്ള് വലിയ ഡേഞ്ചർ അല്ലാത്തതുകൊണ്ട് അത് മുള്ളെടുത്ത് കളയാണ്ട് തന്നെ ചെയ്യുക. ഇത് ഒരു ഇടത്തരം മത്തിയാണ്. അപ്പോൾ നമ്മൾ മുള്ള് കളയണം. കളഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ള് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മുള്ള് കളയുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് കാണിച്ചു തരികയാണ്. ആ മുള്ള് ദേശം അങ്ങോട്ട് മാറ്റിയിട്ട് മുള്ള് പിടിക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് കുടഞ്ഞു കഴിഞ്ഞാൽ ദേശം മാത്രമായിട്ട് അവിടെ കിട്ടും. അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. വേണ്ട, ഇറച്ചി മുള്ള് കളഞ്ഞിട്ട് ഇത് ഇത്രയും കിട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും അടുപ്പത്തേക്ക് ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പ് ഇതിനകത്തേക്ക് ഇടുക. അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കുക. രണ്ടും കൂടി നല്ലതായിട്ട് മിക്സ് ആവണം. ഈ ഇറച്ചിയും ഈ അരപ്പും കൂടിയിട്ടാണ് മിക്സ് ആവട്ടെ. ചെറിയ തീയിൽ വെക്കണം കേട്ടോ, വലിയ തീയിൽ വെക്കരുത്. കാര്യം പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളമില്ല. അത് ഒന്ന് മൂടി വെച്ചിട്ട്, എത്ര സമയം മൂടി വെക്കണം? കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. തുറന്നിട്ട് ഇടയ്ക്കും തലയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. കാര്യം ഈ അരപ്പ് മാത്രം ഇനി വെന്താൽ മതി. ഇതിങ്ങനെ ഇടയ്ക്കും തലയ്ക്കും അടി കരിയാത്ത രീതിയിൽ അരപ്പ് വേവിച്ചെടുക്കുന്ന രീതിയിൽ ഇളക്കി മറിക്കുക. ഇടയ്ക്കും തലയ്ക്കും ഒന്ന് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി അരപ്പ് വേവണം, എന്നാലേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഇടയ്ക്കും തലയ്ക്കും ഇളക്കി കൊടുക്കുക, മറക്കരുത്. അപ്പോൾ ഇളക്കി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി വേപ്പില ഇടണം. നേരത്തെ ഇത്തിരി ഇട്ടാണ്, എന്നാലും ഇത്തിരി കൂടി ഇട്ടിടണം. അപ്പോൾ ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതെടുക്കണം. കുറച്ച് ഒഴിച്ചിട്ട് ഇത് മൂടി വയ്ക്കുക.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കി ഒന്നുകൂടി മൂടി വയ്ക്കുക. എന്നിട്ട് ഇത് ഓഫാക്കിയാൽ കഴിഞ്ഞ്. ആ മൂടി വെച്ച ഉടനെ ഇത് ഓഫായിക്കോ. പിന്നെ ആ ആവിയിൽ ബാക്കിയുള്ളതൊക്കെ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇതാണ് പീര പറ്റിക്കൽ. ഇനി അതിനിത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ട, ഇത് ഇങ്ങനെ വരും. ഇത് മണം കേട്ടിട്ട് ഒരു രക്ഷയില്ല ഗൈസ്. അപ്പം എന്തായാലും ഒരു തരി തിന്ന് നോക്കട്ടെ, എങ്ങനെ ഉണ്ട് ഇന്നത്തെ നോക്കട്ടെ. ടോപ്പാണ്, ടോപ്പ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ ചെറിയ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങൾ എന്തൊക്കെ മത്തിയിൽ നിന്ന് കിട്ടുമോ ആ മത്തിയുടെ എല്ലാ ഗുണങ്ങളും വറ്റാതെയുള്ള ഒരു കറിയാണിത്. കാര്യം എല്ലാ കാൽസ്യങ്ങളും ഇതിനകത്തുണ്ട്. അതൊന്നും ചോർന്നു പോയിട്ടില്ല. വെള്ളം നമ്മൾ ഒഴിച്ച് കളയാനില്ല, വെള്ളം വറ്റിച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ കണ്ട പോലെ തന്നെ. അപ്പോൾ ഓക്കെ, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്യണം.